ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കർക്കിടക മാസം 1-ാം തീയതി രാമായണ മാസം ആരംഭിക്കുന്നു. നമ്മൾ ഭഗവാന്റെ തിരുവവതാരത്തോടു കൂടി കഥ പറയാൻ തുടങ്ങുകയാണ്. ഇതിനു മുമ്പ് ഇട്ടിരുന്ന വീഡിയോകളെല്ലാം തന്നെ, ആമുഖമായി ഇട്ടിരുന്ന വീഡിയോകളെല്ലാം തന്നെ എല്ലാവരും കാണണം. ഇപ്പോൾ നമ്മൾ തിരുവവതാരം പറയാൻ തുടങ്ങുകയാണ്. ദശരഥ മഹാരാജാവ് അയോധ്യാനഗരി പത്നിമാരോടൊത്ത് ഭരിക്കുകയാണ്. ധർമ്മിഷ്ഠനായ രാജാവായിരുന്നു, ദയാലുവായിരുന്നു, പ്രജാക്ഷേമ തൽപരനായിരുന്നു. പക്ഷേ ദശരഥ മഹാരാജാവിനും പത്നിമാർക്കും ഒരു പുത്രനില്ല എന്നുള്ള ദുഃഖം വളരെയധികമുണ്ടായിരുന്നു. അദ്ദേഹം ഈ വിവരം വസിഷ്ഠ മഹർഷിയോട് പറയുകയും വസിഷ്ഠ മഹർഷി ചിരിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവിനോട് പറയുകയാണ്, അങ്ങേക്ക് 4 പുത്രന്മാരുണ്ടാകും. അതിനുവേണ്ടി പുത്രകാമേഷ്ടി യാഗം നടത്തുക. ആ യാഗത്തിനായിട്ട് ഋഷ്യശൃംഗനെ കൊണ്ടുവരിക. വസിഷ്ഠ മഹർഷിയുടെ ഉപദേശം കേട്ട് ദശരഥൻ ചതുരംഗപ്പടയോടൊത്ത് നിറഞ്ഞ മനസ്സോടുകൂടി ലോമപാദൻ്റെ രാജധാനിയിലെത്തി. രാജോപചാരങ്ങളോടെ ലോമപാദൻ ദശരഥ മഹാരാജാവിനെ പൂജിച്ചു. മാധുര്യത്തോടെ ഭക്ഷണം കഴിപ്പിച്ചിട്ട് ലോമപാദൻ ചോദിച്ചു, എന്തുദ്ദേശിച്ചാണ് അങ്ങ് ഇവിടെ എത്തിയത്? ദശരഥ മഹാരാജാവ് പറഞ്ഞു, ഋഷ്യശൃംഗനെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ്. ഋഷ്യശൃംഗൻ അയോധ്യയിൽ വന്നാൽ ഞാൻ പുത്രവാനാകുമെന്ന് മുനി പറഞ്ഞിട്ടുണ്ട്. ലോമപാദൻ ദശരഥനെ മഹർഷിയുടെ അടുത്തേക്ക് കൊണ്ടുചെന്നു. ദശരഥൻ തൊഴുകൈയോട് നമസ്കരിച്ചു. ലോമപാദൻ പരിചയപ്പെടുത്തി, ഇത് ദശരഥൻ എന്ന പ്രസിദ്ധനായ മഹാരാജാവാണ്. താങ്കൾ അനുഗ്രഹിച്ചാൽ ഇദ്ദേഹം പുത്രവാനാകും. അങ്ങേക്ക് വിവാഹം ചെയ്തു തന്ന ശാന്ത എന്ന കന്യക ഇദ്ദേഹത്തിൻ്റെ പുത്രിയാണ്. ഇദ്ദേഹത്തിൻ്റെ ജാമാതാവാണങ്ങ്. ഇദ്ദേഹം അങ്ങയുടെ ശ്വശുരനാണ്. പുത്രനില്ലാതെ ദുഃഖിച്ചിരിക്കുകയാണ്. ആ ദുഃഖം ഇല്ലാതാക്കണം. ഇവിടെ ലോമപാദൻ പറഞ്ഞ ശാന്ത ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയാണ്. ലോമപാദന് ദത്തുപുത്രിയായി ഒരിക്കൽ ദശരഥ മഹാരാജാവ് നൽകിയതാണ്. ധ്യാനദൃഷ്ടി കൊണ്ട് ഭാവി ദർശിച്ച മുനി പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വിഷ്ണു 4 അംശമായി അവതരിക്കും. മകളോടും ജാമാതാവിനോടുമൊപ്പം ദശരഥൻ തേരിൽ കയറി അയോധ്യയിലെത്തി. പ്രജകൾ ഋഷ്യശൃംഗനെ കണ്ട് സന്തുഷ്ടരായി പൂജിച്ചു. വസിഷ്ഠൻ തുടങ്ങിയ മഹർഷിമാർ എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. ഋഷ്യശൃംഗൻ പറഞ്ഞു, യജ്ഞം ആരംഭിക്കാം. അശ്വമേധ യജ്ഞം കൊണ്ട് മഹാവിഷ്ണുവിനെ ആരാധിക്കാം. കഴിയുന്നത്ര മഹർഷിമാരെ ക്ഷണിക്കണം. ദശരഥൻ്റെ ക്ഷണം സ്വീകരിച്ച് അഗസ്ത്യൻ, പുലസ്ത്യൻ, വൈശംപായൻ, ജൈമിനി, ഗൗതമൻ, പിപലായനൻ, പരാശരൻ, പുലഹ്യൻ, കൗസിനൻ, നിശാകരൻ, മാർക്കണ്ഡേയൻ, മരീചി, ഭരതൻ, ഭരദ്വാജൻ, അഷ്ടാവക്രൻ, ഭൃഗു, ഗർഗൻ, ദദീചമി, ശരഭംഗൻ തുടങ്ങിയ മഹർഷിമാരൊക്കെ വന്നു. അവരെയൊക്കെ പൂജിച്ചു. പാതാളത്തിൽ നിന്നും സഗരപുത്രരെ ഭസ്മമാക്കിയ കപിലമുനി എത്തിച്ചേർന്നു. വേദവാൻ, ചക്രവാൻ, സാവർണി, മത്സ്യകർണി, സനാതനൻ, സനകൻ, സനത്കുമാരൻ, സൗഭരി എന്നിവർ എത്തി. യമുനാ നദീതീരത്തുള്ള ആശ്രമത്തിൽ നിന്നും വാൽമീകിയും കശവപുത്രനായ വിഭാണ്ഡകനും എത്തിച്ചേർന്നു. എത്രയെത്ര മഹർഷിമാർ! അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായി 3 കോടി മുനിമാർ. 3 കോടി മുനിമാർ വേദമുച്ചരിക്കുന്നു. ഏവരുടെയും മുഖത്ത് അഗ്നി തെളിയുന്നു. ഒറ്റക്കാലൂന്നി നിൽക്കുന്നവർ, സഹസ്രവർഷം ഉപവാസം അനുഷ്ഠിച്ചവർ, ജടാധാരികൾ, നാരായണ നാമമല്ലാതെ മറ്റൊന്നും ഉച്ചരിക്കാത്തവർ, അങ്ങനെ 3 കോടി മുനിമാർ. അവരുടെ എണ്ണിയാലൊടുങ്ങാത്ത ശിഷ്യന്മാർ, രാജാക്കന്മാരെല്ലാവരും അവിടെ എത്തി. രാജഗൃഹങ്ങളിൽ പാർത്തു.
മിഥിലയിലെ ജനകൻ, കാശിയിലെ മല്ലൻ, അംഗദേശത്തിലെ ലോമപാതൻ, വംഗദേശത്തിലെ ഘനശ്യാമൻ, മരീചീപുരത്തിലെ ഭോജപുരന്ദരൻ, ചമ്പാപുരിയിലെ ചമ്പേശ്വരൻ, തൈലങ്ക രാജ്യത്തിലെ അസീമൻ, പശ്ചിമ രാജ്യങ്ങളിലെ 88 കോടി രാജാക്കന്മാർ, ഉൽക്കലം, മഗധം, കർണാടകം തുടങ്ങിയ രാജ്യങ്ങളിലെ 1,00,000 കോടി രാജാക്കന്മാർ ദശരഥൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിച്ചേർന്നു. വന്നുചേർന്ന 86 കോടി രാജാക്കന്മാർക്കെല്ലാം ഉപരിയാണ് ചക്രവർത്തിയായ ദശരഥൻ. എല്ലാവരും ദശരഥനെ വന്നു കണ്ടു, കപ്പം കൊടുത്തു. കൊണ്ടുവന്ന ധനമൊക്കെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിട്ട് ദശരഥൻ ഓരോരുത്തർക്കും വാസസ്ഥാനങ്ങൾ കൽപ്പിച്ചു നൽകി. സരയൂ നദീതീരത്ത് യാഗം തുടങ്ങി. മുനിമാർ എല്ലാവരും അങ്ങോട്ട് പോയി. 101 യോജന നീളമുള്ള അതിദീർഘമായ യജ്ഞശാല, 12 യോജന വീതി, 101 യോജന ഉയരം. മഹർഷി യജ്ഞശാലയിൽ കടന്നു. സ്വസ്തിവാചകം പറഞ്ഞു. അജപുത്രനായ ദശരഥൻ സങ്കല്പം ചെയ്തു. ദണ്ഡനമസ്കാരം ചെയ്തുകൊണ്ട് ചക്രവർത്തി മഹർഷിമാരോട് പറഞ്ഞു, എനിക്ക് ചെറിയവരും വലിയവരുമില്ല, എല്ലാവരും തുല്യരാണ്. ഞാൻ ആദ്യം ആരെയാണ് ആചാര്യനായി വരിക്കേണ്ടത്? ഋഷ്യശൃംഗൻ പറഞ്ഞു, ബ്രഹ്മപുത്രനും കുലഗുരുവുമായ വസിഷ്ഠനെ ആദ്യം വരിക്കൂ, അതാണ് ശാസ്ത്രസമ്മതം. എല്ലാ മുനിമാരും അതിനെ അഭിനന്ദിച്ചു. ആരും ചെറുതും വലുതുമല്ല. ദശരഥൻ എല്ലാവർക്കും വസ്ത്രാഭരണങ്ങൾ നൽകി. എല്ലാവരും ഒരുമിച്ച് വേദമന്ത്രങ്ങൾ ചൊല്ലി. എല്ലാവരുടെയും മുഖത്ത് അഗ്നി തെളിഞ്ഞു. അഗ്നിയെ പവിത്രമാക്കി ഹോമകുണ്ഡത്തിൽ സ്ഥാപിച്ചു. ഉണക്കലരിയും എള്ളും 1000 കലശങ്ങളിൽ നെയ്യുമൊരുക്കി 1 വർഷത്തോളം ഹോമം തുടർന്നു. യജ്ഞം 1 വർഷത്തോളം നീണ്ടുനിന്നു. യജ്ഞവേദിയിലേക്ക് ശ്രീധരൻ സ്വന്തം രൂപത്തിൽ എഴുന്നള്ളി. ശംഖുചക്ര ഗദാപത്മങ്ങൾ അണിഞ്ഞ ചതുർഭുജങ്ങളും കിരീടവും വനമാലയും. മുനിമാർ ആ രൂപം അകക്കണ്ണിൽ കണ്ട് പ്രാർത്ഥിച്ചു. ഋഷ്യശൃംഗൻ ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് പുണ്യവാനാണ്. അങ്ങയുടെ കുടുംബത്തിൽ ശ്രീഹരി ജനിക്കാൻ പോകുന്നു. ഇതേ സമയം ദേവവാണി കേൾക്കാനിടയായി. രാവണ നിഗ്രഹത്തിനായി ഭഗവാൻ അവതരിക്കാൻ പോകുന്നു. ഋഷ്യശൃംഗൻ അഗ്നിയിൽ ആഹുതി അർപ്പിച്ചു. വിഷ്ണു രൂപത്തിൽ യജ്ഞപ്രസാദം പായസത്തിൻ്റെ രൂപത്തിൽ ഉയർന്നു വന്നു. ഋഷ്യശൃംഗൻ വിഷ്ണുമന്ത്രം കൊണ്ട് അതിനെ പൂജിച്ചു. ശുഭമുഹൂർത്തത്തിൽ അത് ദശരഥ മഹാരാജാവിന് നൽകി. വിദ്യാമണ്ണം ദക്ഷിണ കൊടുത്ത് നമസ്കരിച്ച് തളിച്ച് ശുദ്ധമാക്കിയ വഴിയിലൂടെ ദശരഥ മഹാരാജാവ് അന്തഃപുരത്തിലെത്തി. ഒന്നായിരിക്കുന്ന ചരുവിനെ 2 പങ്കാക്കി. ആദ്യ പങ്ക് കൗസല്യയ്ക്കും രണ്ടാമത്തെ പങ്ക് കൈകേയിക്കും നൽകി. ഇത് കണ്ട് സുമിത്ര വിലപിച്ചു. അത് കണ്ടപ്പോൾ കൗസല്യ തൻ്റെ കയ്യിലുണ്ടായിരുന്ന യജ്ഞപ്രസാദത്തിൻ്റെ 1 പങ്ക് സുമിത്രയ്ക്ക് നൽകി. അത് കണ്ടപ്പോൾ കൈകേയിയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രസാദത്തിൻ്റെ 1 പങ്ക് സുമിത്രയ്ക്ക് നൽകി. 3 പേരും ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ യജ്ഞപ്രസാദം ഭക്ഷിച്ചു. ആ ശുഭമുഹൂർത്തത്തിൽ നാരായണൻ 4 അംശങ്ങളായി 3 ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ചു. ഇപ്രകാരം യജ്ഞം സമർപ്പിച്ചു. ബ്രാഹ്മണർക്ക് ദാനവും ദക്ഷിണയും നൽകി സന്തോഷിപ്പിച്ചു. അവർ രാജാവിനെ പുത്രവാനാകട്ടെ എന്ന് ആശീർവദിച്ചു. ഋഷ്യശൃംഗൻ എല്ലാവരെയും ആശീർവദിച്ചിട്ട് മടങ്ങിപ്പോയി. ഹരേ കൃഷ്ണ. ഇതാണ് ദശരഥ മഹാരാജാവിൻ്റെ യജ്ഞവിശേഷം. ഇനി അടുത്ത പാർട്ടായിട്ട് ഇപ്പോൾ തന്നെ വീഡിയോയുണ്ട്, നിങ്ങൾ അതും കൂടെ കാണണം. ശ്രീരാമ അവതാരം. ഇങ്ങനെ ഇന്നത്തെ വീഡിയോ 2 പാർട്ടാണ്. കാരണം ദീർഘമാണ് വീഡിയോ, അതുകൊണ്ടാണ് 2 പാർട്ടായിട്ടിട്ടത്. എല്ലാവരും നാമം ചൊല്ലുക, ജപിക്കുക, പരമാവധി സമയം പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തുക, കഥകൾ കേൾക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്
ഓൾ എന്ന ബട്ടൺ അമർത്തിയാലേ കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ ഭാഗം കേട്ട എല്ലാവരും തന്നെ അടുത്ത ഭാഗവും കേട്ടിട്ട് വേണം ഉറങ്ങാനായിട്ട്. 2 ഭാഗങ്ങളാണ് ഇന്ന് പറയുന്നത്, 2 വീഡിയോയായിട്ട്. ഹരേ കൃഷ്ണ.